എവ്രിവൺ, റോഹാബ് ട്രക്ക് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ 2026 ആദ്യത്തെ ട്രക്കിംഗ് ആണിന്ന്. നമ്മളിന്ന് പോകുന്നത് പറമ്പിക്കുളത്തേക്കാണ്. തമിഴ്നാട്ടിലെ ചേത്തുമട ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് നമുക്ക് ആദ്യത്തെ സൈറ്റും കിട്ടി. ഇതൊരു ഇന്ത്യൻ ഗോറാണ്, കാട്ടുപോത്ത്. ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ഇതിനെ മാത്രമേ നമുക്ക് വീഡിയോയിൽ കിട്ടിയുള്ളൂ. അങ്ങനെ കുറച്ചു നേരം കാട്ടുപോത്തിനൊക്കെ കണ്ട് നമ്മൾ മെല്ലെ മുന്നോട്ട് നീങ്ങുകയാണ്. മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു, ഈ കാടിനൊക്കെ നല്ല പച്ചപ്പുണ്ട്. അതുമാത്രമല്ല, ചെറിയ കോടയൊക്കെയായി ഈ റോട്ടിലൂടെ യാത്ര ചെയ്യാൻ നല്ല രസമുണ്ട്. നല്ലൊരു അടിപൊളിയായിട്ടുള്ള മോർണിംഗ്. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നതേ ഉള്ളൂ. നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കൂട്ടം ഗ്രേലങ്കൂറിനെ കണ്ടു. കുറച്ച് പേരും മരത്തേലും കുറച്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ലൈറ്റ് കുറച്ച് കുറവാണ്. ഇന്ന് നമുക്ക് അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാനില്ല. വേഗം തന്നെ പറമ്പിക്കുളത്ത് എത്തണം. അതുകൊണ്ട് നമ്മൾ മെല്ലെ മൂവ് ചെയ്യാണ്. നമ്മൾ മുകളിലേക്ക് കയറും തോറും മെല്ലെ മെല്ലെ കോടമഞ്ഞും കൂടി വരുന്നുണ്ട്. ചില സ്ഥലത്തൊക്കെ വിസിബിലിറ്റി വളരെ കുറവാണ്. തലേ ദിവസം ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു. അതിൻ്റെ ആയിരിക്കണം ഈ കോടമഞ്ഞും. പിന്നെ ചെറിയൊരു തണുപ്പും ഉണ്ട്. ഇതാ നോക്കിയേ, ഒരു കൂട്ടം കാട്ടുപോത്തുകൾ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വണ്ടി നിർത്തി എടുക്കാനൊന്നും പറ്റില്ല. ഈ പറമ്പിക്കുളത്ത് വരുന്ന സമയത്ത് മിക്ക സമയങ്ങളും നമുക്ക് ഇവിടെ ആയിട്ട് ഇങ്ങനെ കാട്ടുപോത്തുകളെ കാണാൻ പറ്റും. തമിഴ്നാട് കഴിഞ്ഞ് പറമ്പിക്കുളം എത്താറായി. കോടമഞ്ഞൊക്കെ ചെറുതായി കുറഞ്ഞു വന്നിട്ടുണ്ട്. എന്നാലും ആകാശത്ത് ഇപ്പോഴും മൂടിക്കെട്ടിയാണ് നിൽക്കുന്നത്. പക്ഷെ അത്യാവശ്യം വെളിച്ചമൊക്കെ വീണിട്ടുണ്ട്. നമ്മൾ ആനപ്പാടി എത്തി. നമ്മുടെ വണ്ടി എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്? അങ്ങനെ ആനപ്പാടിയിലെ ഇൻഫർമേഷൻ സെന്ററിൽ നമ്മുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ടായിട്ടോ. ആദ്യം നമ്മൾ ബെയർപാത്ത് ട്രെയിലാണ് ചെയ്യുന്നത്. ഞാനിങ്ങനെ ആദ്യത്തെ ട്രക്കിംഗ് എന്ന് പറയാൻ കാരണം നമ്മൾ ഇന്ന് 2 ട്രക്കിംഗ് ആണ് ചെയ്യുന്നത്. അതിനെപ്പറ്റി ഞാൻ വഴിയേ പറയാം. നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ നല്ലൊരു സൈറ്റിംഗ് കിട്ടി. ഇതാണ് ബ്ലൂ വിങ്ഡ് പാരക്കീറ്റ്, അല്ലെങ്കിൽ മലബാർ പാരക്കീറ്റ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പക്ഷി. മലയാളത്തിൽ ഇതിനെ നീലത്തത്ത എന്നും മുളന്തത്ത എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇതൊരു മെയിലാണ്. ഈ മലബാർ പാരക്കീറ്റ്സ് എൻഡമിക് ടു വെസ്റ്റേൺ ഗട്ട്സ് ആണ്. ഈ വരുന്നത് ഇവിടുത്തെ ഒരു സഫാരി വണ്ടിയാണ്. ഇനി നിങ്ങൾക്ക് നടക്കാനൊന്നും വലിയ താല്പര്യമില്ലെങ്കിൽ ഇങ്ങനത്തെ സഫാരി ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടുത്തെ പറമ്പിക്കുളത്തെ ഈ സഫാരിയിൽ നിങ്ങൾക്ക് വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ടീക്ക് ട്രീ കാണാൻ പറ്റും. കന്നിമര ടീക്ക്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തേക്കുമരങ്ങളിൽ ഒന്നാണത്. നമ്മളിങ്ങനെ കുറച്ചു ദൂരം റോട്ടിലൂടെ നടന്നിട്ട് കാട്ടിലേക്ക് കയറും. അവിടെ മാനുകൾ നിൽക്കുന്നത് കണ്ടോ? നമ്മൾ വന്ന സമയത്ത് നല്ല കോടമഞ്ഞായിരുന്നു. ഇപ്പം ചെറുതായിട്ട് വെയിലൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഒരു സൈഡിൽ മാനും ഒരു സൈഡിൽ നീലഗിരി ലങ്കൂറിനെയാണ് എടുക്കുന്നത്. ആ നീലഗിരി ലങ്കൂർ കുറച്ച് ദൂരത്തായതുകൊണ്ട് അത് അത്യാവശ്യം കാമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഇവർ പൊതുവെ വളരെ ഷൈ ആയിട്ടുള്ളൊരു ആനിമലാണ്. നമ്മളെ കണ്ട് നമ്മുടെ പ്രസൻസ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ മാറിപ്പോകും. അങ്ങനെ നമ്മുടെ ട്രക്കിംഗ് മുന്നോട്ട് പോവുകയാണ്. ഈ കനാലിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ ബെയർപാത്ത് ട്രെയിൽ നമ്മൾ ഓൾറെഡി 2-3 വട്ടം ചെയ്തിട്ടുണ്ട്. ഈ വഴി നിങ്ങൾക്ക് അതുകൊണ്ട് കുറച്ച് ഫെമിലിയർ ആയിരിക്കും. നമ്മൾ കനാല് ക്രോസ് ചെയ്ത് കുറച്ച് മുന്നോട്ട് വന്നതേ ഉള്ളൂ. നമ്മുടെ ട്രക്കിംഗ് റൂട്ടിലായിട്ട് തന്നെ നമുക്കൊരു ആനയെ കാണാൻ പറ്റി. തുടക്കത്തിൽ തന്നെ ആനയെ കണ്ട എക്സൈറ്റ്മെന്റിലാണ് എല്ലാവരും. ശരത്തിന് എക്സൈറ്റ്മെന്റ് മാത്രമല്ല കേട്ടോ, എന്നോട് ഇന്ന് ആദ്യം തന്നെ ആനയെ കാണുമെന്ന് അവൻ ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. ആന മെല്ലെ മുന്നോട്ട് നടന്നു പോവുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഗൈഡ് കൃഷ്ണദാസ് പറയുന്നത്, ആന മിക്കവാറും കനാലിലേക്ക് ഇറങ്ങി വെള്ളം കുടിക്കാൻ ചാൻസ് ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ കനാലിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് കഴിഞ്ഞാൽ ആനയെ നന്നായി കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും ഇപ്പം കനാലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവുകയാണ്.
നമ്മുടെ പ്രസൻസ് അവന് മനസ്സിലായിട്ടുണ്ട്. അതാണ് ചെവിയൊക്കെ വട്ടം പിടിച്ച് നമ്മുടെ ഭാഗത്തേക്ക് തന്നെ ശ്രദ്ധിച്ചു നോക്കി നിൽക്കുന്നത്. എല്ലാവരും നിന്ന് ഷൂട്ട് ചെയ്യുന്നതിന്റെ തിരക്കിലാണ്. ഇവർ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഇന്ന് നമ്മുടെ കൂടെ ഗൈഡായിട്ടുള്ളത് കൃഷ്ണദാസ് ആണ്. കൃഷ്ണദാസ് ഇതിനു മുമ്പ് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. പറമ്പിക്കുളത്തെ റാഫ്റ്റിങ്ങിന്റെ വീഡിയോയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കൃഷ്ണദാസ് ആയിരുന്നു. പിന്നെ ഉള്ളത് ശരത്തും നിതിനുമാണ്. ഇവർ നമ്മുടെ മിക്ക വീഡിയോസിലും ഉണ്ട്. പിന്നെ പുതിയതായിട്ട് ഇപ്രാവശ്യം നമ്മുടെ കൂടെ ഉള്ളത് പ്രജിത്താണ്. കൊല്ലങ്കോടുകാരനാണ് പ്രജിത്ത്. നടുക്കൊരു കനാലുള്ളതുകൊണ്ട് നമുക്ക് റിസ്ക് ഒന്നും ഇല്ലാതെ അത്യാവശ്യം സേഫായി നിന്ന് വീഡിയോ എടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് ദൂരെ നിന്ന് കാണുന്നത് തന്നെയാണ് നല്ലത്. ഈ തണുവ് സമയം അവരുടെ മതപ്പാടിന്റെ സമയമാണ്. അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതാണ് നമുക്ക് നല്ലത്. നമുക്കൊരിക്കലും അവരുടെ ബിഹേവിയർ ഒന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളവൻ ഇപ്പൊ വെള്ളം കുടിക്കാൻ ഇറങ്ങും എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ്. ഇപ്പൊ നമ്മളെയും പറ്റിച്ചുകൊണ്ട് ആള് മെല്ലെ മെല്ലെ മുന്നോട്ട് നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു മൊമെന്റ് എത്തി. അവൻ മെല്ലെ വെള്ളം കുടിക്കാനായിട്ട് കനാലിന്റെ അടുത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഗൈഡ് നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു കുറച്ച് മുന്നോട്ട് പോയാൽ ആ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന ഒരു സ്പോട്ട് ഉണ്ടെന്ന്. അവൻ അവിടെ തന്നെ എന്തായാലും ഇറങ്ങി. നമ്മൾ കുറച്ച് ബാക്കിലായിട്ടാണ് നിൽക്കുന്നത്. ഇനിയിപ്പം ഡിസ്റ്റർബൻസ് ഒന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അറിയാലോ, ആനകൾക്ക് ഒരു ദിവസം 100 മുതൽ 200 ലിറ്ററോളം വെള്ളം വേണം കുടിക്കാൻ. അതുകൊണ്ട് അധികവും ഇവരെ ഇങ്ങനത്തെ വാട്ടർ സോഴ്സിന്റെ അടുത്തായിരിക്കും കാണുക. ആന എന്തായാലും മൂവ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് നമ്മുടെ ട്രെക്കിംഗ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് തിരിച്ച് ട്രെക്കിംഗ് പാത്തിലേക്ക് പോവാം. നമ്മുടെ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടവരാണെങ്കിൽ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് നേരത്തെയും ഈ ബെയർപാത്ത് ട്രെയിലിലെ സെയിം ആനയെ നമുക്ക് സൈറ്റിങ് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു 10-20 മിനിറ്റ് കനാലിൻ്റെ അപ്പുറ സൈഡിൽ സ്പെൻഡ് ചെയ്തു. ഇനി ഉഷാറായിട്ട് ട്രെക്ക് ചെയ്യാന്ന് വിചാരിച്ച് ട്രെക്കിംഗ് പാത്തിൽ എത്തിയപ്പോഴാണ് ദേ നിൽക്കുന്നു ആന. നമ്മൾ നേരത്തെ കണ്ട അതേ ആനയാണിതും, ആ കൊമ്പൻ തന്നെ. ആ ആന നമ്മളവിടെ എത്തിയപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു.
പിന്നീട് നമ്മുടെ സൗണ്ട് കേട്ടിട്ടാന്ന് തോന്നുന്നു അതിങ്ങോട്ട് തിരിഞ്ഞ് നമ്മുടെ ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. ഗൈഡ് അപ്പം തന്നെ നമ്മളോട് കുറച്ച് ബാക്കിലേക്ക് പോകാൻ പറഞ്ഞു. ഇവനിപ്പോൾ കുറച്ച് ഡേഞ്ചറാണ്. ഈ ആനയെ ഞങ്ങൾ കുറച്ചു നേരമായി കാണുന്നുണ്ടെങ്കിലും ഇപ്പോഴാണ് അതിൻ്റെ ചെവീൻ്റെ ഭാഗത്തേക്ക് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഇവൻ്റെ ചെവീൻ്റെ പിന്നിലായിട്ട് ഒരു മുറിവുണ്ടായിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞതാണ്. ഇവിടെ ഈ ആനയും മറ്റൊരു കൊമ്പനും ഫൈറ്റ് ഉണ്ടായിരുന്നുവെന്നും ഈ ആനയ്ക്ക് പരിക്കുണ്ടെന്നും നമ്മൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെവീൻ്റെ പിന്നിൽ നിന്നായിട്ട് ആ മുറിവിൽ നിന്ന് നല്ല രീതിക്ക് പഴുപ്പൊലിക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് അത് വേറെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ്. പിന്നീട് ക്ലോസ് ആയിട്ടുള്ള വീഡിയോ എടുത്തപ്പോഴാണ് നമുക്ക് ആ മുറിവിൽ നിന്ന് പഴുപ്പൊലിച്ചു വരുന്നത് കാണാൻ പറ്റിയത്. കാട്ടിലെ ആനകൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാവണതാണ് ഇതൊക്കെ. പക്ഷെ നമുക്കത് കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവണമെന്ന് മാത്രം. പ്രകൃതിയുടെ ഓരോ നിയമങ്ങളാണ് ഇതൊക്കെ. അതിനെ അതിൻ്റെ വഴിയിൽ തന്നെ വിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് എൻ്റെ അഭിപ്രായം. ആ ആനയ്ക്ക് ആ ചെവീൻ്റെ ഭാഗത്തായിട്ട് നല്ല ഡിസ്കംഫേർട്ട് ഉണ്ട്. അതാണ് ആ മരത്തിൻ്റെ അവിടെ പോയി നിന്ന് അതിങ്ങനെ ആ മുറിവ് ഉരയ്ക്കുന്നത്. ആ മുറിവിൽ നിന്ന് ചില ഒഴിച്ചു വീഴുന്നത് നമുക്ക് കാണാം. കറക്റ്റ് നമ്മുടെ ട്രക്കിംഗ് പാത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഒട്ടുമിക്ക എല്ലാ പറമ്പുകളും യാത്രയിലും കാണാറുള്ള ഒരു ആനയാണിത്. ഈ ബേർപാത്ത് ട്രെയിലിൽ തന്നെ ഞങ്ങൾ ഇവനെ പലവട്ടം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടവും താല്പര്യമുള്ള ഒരു ആനയാണിത്. അതുകൊണ്ട് ഇവൻ പെട്ടെന്ന് തന്നെ ഫുൾ ഹെൽത്തിലേക്ക് റിക്കവർ ആവട്ടെ എന്ന് ഞങ്ങൾ ഹോപ്പ് ചെയ്യുന്നു. അതിനാ മുറിവിൻ്റെ ഭാഗത്ത് അസ്വസ്ഥതയുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അതിങ്ങനെ ഉരയ്ക്കുന്നതും പിന്നെ ഇടയ്ക്ക് തുമ്പിക്കൈ കൊണ്ട് ടച്ച് ചെയ്യുന്നതും അതിലേക്ക് ഊതി വിടുന്നതും മണ്ണ് വാരി ഇടുന്നതും ഒക്കെ. ഈ ബിഹേവിയേഴ്സ് ഒക്കെ പൊതുവെ ഇങ്ങനെ മുറിവ് പറ്റുന്ന ആനിമൽസ് കാണിക്കാറുണ്ട്. മൂപ്പര് മെല്ലെ നടന്നു വന്ന് നമ്മുടെ ട്രെക്കിംഗ് പാത്തിന്റെ നടുക്കെത്തി നമുക്ക് നല്ലൊരു പോസും തന്ന് അവിടെ നിന്നു. ഏകദേശം ഇപ്പോൾ 1 മണിക്കൂറായി നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ആന നമ്മുടെ നേരെ തന്നെ തിരിഞ്ഞ് ഇങ്ങോട്ട് നിൽക്കുക. അപ്പം നമുക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല. നമ്മൾ ഇന്ന് ഫുൾ ഡേ ട്രെക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് നമ്മളിവിടെ അത്യാവശ്യം നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവനെ ഇവിടെ വിട്ട് നമുക്ക് ട്രെക്ക് കണ്ടിന്യൂ ചെയ്യാം. മൂപ്പർക്ക് ഇവിടെ നിന്ന് മാറാനുള്ള ഉദ്ദേശമൊന്നുമില്ല.
പിന്നെ നമ്മളാണല്ലോ ഇതിൻ്റെ സ്ഥലത്തേക്ക് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തന്നെ മാറണം. ഈ ട്രെക്കിംഗ് പാത്തിൽ നിന്ന് കുറച്ച് ഡീവിയേറ്റ് ചെയ്താണ് നമ്മളിപ്പോൾ നടക്കുന്നത്. കുറച്ചപ്പുറത്തായി വീണ്ടും നമ്മൾ ഇതേ പാത്തിലേക്ക് തന്നെ കയറും, ഒരു ഷോർട്ട് കട്ട് പോലെ. ഈ ഒരു സ്ഥലത്തെത്തിയപ്പം ബേർഡ്സിൻ്റെ സൗണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിൽ നല്ലപോലെ ബേർഡ്സിൻ്റെ പ്രസൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇത്ര അധികം ആൾക്കാരുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ബേർഡും അങ്ങനെ ഇരുന്നില്ല. ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പാരഡൈസ് ഫ്ലൈ ക്യാച്ചറിനാണ്. ഇതൊരു മൈഗ്രേറ്ററി ബേർഡാണ്. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ തണുപ്പൊക്കെ കൂടുന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ പറമ്പുകളത്ത് ഇപ്പോൾ നമുക്ക് സൈറ്റിങ് കിട്ടിയിട്ടുണ്ട്. മലയാളത്തിൽ നാഗമോഹൻ എന്നാണ് ഈ പാരഡൈസ് ഫ്ലൈ ക്യാച്ചറിനെ പറയുന്നത്. ഈ ഒരു 3 സെക്കൻഡ് വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങൾ അവിടെ അരമണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. മെയിലാകുമ്പോൾ ഇത് പരന്നിട്ടായിരിക്കും. ഫീമെയിലാകുമ്പോൾ ഇതിങ്ങനെ ലൈറ്റായി ചുരുങ്ങിയിട്ടുണ്ടാവും. ഈ പോക്ക് മാർക്ക് കുറച്ച് ചുരുങ്ങിയിട്ടുണ്ടാവും. ഒന്നാം തീയതി ഈ കഴിഞ്ഞ ഒന്നിന് തന്നെയാണ് 3 ടൈഗർ ബൈസൺ അടിച്ചിട്ടുണ്ട്. ഹണിക്കോമ്പില്ലേ, അത് രാവിലെ മോർണിംഗ് ട്രക്കിംഗ് പോകുമ്പോൾ കണ്ടല്ലേ. രാവിലെ വണ്ടി ജീപ്പ് പോയിട്ടുണ്ടായിരുന്നു, ഫോറസ്റ്റിൻ്റെ വണ്ടിയായി ബൈക്കിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് രാവിലെ പോയതാണ്. പാടം കണ്ടോ, അവിടെ വണ്ടീൻ്റെ പാടൊക്കെ ഉണ്ടാവും. അത് കാണുമ്പോൾ അവൻ്റെ ഇത്ര വലുതായിരിക്കും. ഈ ഡിഫറൻറ്റ് വരും. കരടിയാണത്. ഇതും അത് തന്നെയാണ് കരടിൻ്റെ ആയിരിക്കും. ഇത്ര നീട്ടോയി ഇതിങ്ങനെ ഉണ്ടോ. ഈ ഇതിൽ രണ്ട് വരും. ഇതിങ്ങനെ വരും, ഇങ്ങനെ വരും. ഇത് വന്നിട്ടൊരിതാണ് നമ്മുടെ ഇതില്ലേ, ഇത് ദിവസാനം. അതിന് തന്നെ സെപ്പറേറ്റ് 3 പാർട്ടുണ്ടാവും. ഇതാട്ടോ നമ്മുടെ കൂടെ നിന്നുള്ള ഗൈഡ് കൃഷ്ണദാസ്. പിന്നെ ഒപ്പമുള്ളതാണ് പ്രജിത്ത്. ഞാൻ പറഞ്ഞില്ല നമ്മളോട് ഇന്ന് ആദ്യമായിട്ട് ട്രക്കിങ്ങിന് വരുന്നതാണെന്ന്. അപ്പം ആദ്യത്തെ ഇങ്ങനത്തെ ട്രക്ക് ആയതുകൊണ്ട് തന്നെ ആൾ നല്ല ക്യൂരിയസും ആയിരുന്നു. എല്ലാ കാര്യങ്ങളും കാണാനും ചോദിക്കാനും ഒക്കെ ഭയങ്കര ഉത്സാഹം കാണിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. ഈ ഒരു ഏരിയൻ്റെ പ്രത്യേകതയാട്ടോ ഇത്. ഇവിടെ നമുക്ക് ടൈഗറിൻ്റെയും ലെപ്പേർഡിൻ്റെയും പഗ് മാർക്സ് കാണാൻ പറ്റി. അതേപോലെ കരടീൻ്റെയും വൈൽഡ് ഡോഗ്സിൻ്റെയും കാൽപ്പാടൊക്കെ കാണാൻ പറ്റി. ഇവിടെ ഈ ആനിമൽസ് ഒക്കെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് മാത്രം. നമ്മളിപ്പോൾ നടക്കുന്ന വഴി ഇതിലൂടെ ഒരു ടൈഗർ പാസ് ചെയ്തിട്ടുണ്ട്. ഗൈഡ് നമ്മുടെ അടുത്ത് പറഞ്ഞത് രാവിലെ വൈകിട്ടൊക്കെ ഇതിലൂടെ ഫോറസ്റ്റിൻ്റെ ജീപ്പ് പോകുന്നുണ്ടെന്നാണ്. ഒരുപക്ഷെ അതിന് ശേഷമായിരിക്കും ഈ ടൈഗർ ഇതിലൂടെ പാസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് എൻ്റെ പഗ് മാർക്ക് കാണാൻ പറ്റിയത്. അപ്പം ട്രക്കിങ്ങിന് വരുമ്പം ഇങ്ങനത്തെ കുറേ ഫീലിങ്സും നമുക്ക് കിട്ടും. അതിപ്പോൾ ഞാൻ പറയുമ്പോൾ എത്രമാത്രം നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മളീ നടക്കുന്ന വഴിയിൽ ഒരുപക്ഷെ നമ്മുടെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ടൊരു ടൈഗർ ഉണ്ടാവും. നമുക്കതിനെ കാണാൻ പറ്റുന്നില്ലെങ്കിലും അതിന് നമ്മളെ കാണാൻ പറ്റുന്നുണ്ടോ. അങ്ങനെ നമ്മൾ ട്രക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തതാണ്. നടന്നു തുടങ്ങിയിട്ട് കുറേ നേരം ആയെങ്കിലും നമ്മളിപ്പോൾ ഫസ്റ്റ് ട്രക്കിൻ്റെ പകുതി ആയിട്ടേ ഉള്ളൂ. ഞങ്ങൾ ഇങ്ങനത്തെ ട്രക്കിങ്ങിനൊക്കെ വരുമ്പോൾ സാധാരണ കയ്യിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കയ്യിൽ വെക്കാറുണ്ട്. ഇതാണ് മലബാർ ട്രോഗൺ, നമ്മൾ തീക്കാക്ക എന്ന് വിളിക്കുന്ന പക്ഷി. ഇതിന്റെ വയറിന്റെ ആ ഭാഗത്തെ കളറ് കണ്ടോ, അതുകൊണ്ടാണ് ഇതിനെ തീക്കാക്ക എന്ന് വിളിക്കുന്നത്. ആള് നമ്മളെ കുറച്ചു നേരം ഇട്ട് നടത്തിച്ചു.
അതിനുശേഷമാണ് ഈ ഒരു പോസ് തന്നത്. ഇതൊരു മുള്ളമ്പന്നീൻ്റെ കാർക്കസാണ്. കണ്ടിട്ട് ഒരാഴ്ചയിലേറെ പഴക്കമുണ്ടെന്ന് തോന്നുന്നു. ഗൈഡും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ടൈഗറോ ലെപ്പോർഡോ പിടിച്ചതല്ലെന്ന് തോന്നുന്നു. കാരണം അതല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കിടക്കില്ല. എന്തെങ്കിലും കാരണവശാൽ ചത്തതാവാം. പെട്ടെന്നായിരുന്നു നമ്മുടെ ഗൈഡ് ഈ ഒരു സൈറ്റിംഗ് കാണിച്ചു തന്നത്. ആ കാട്ടുപോത്ത് നമ്മളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ആ നിൽപ്പ് കണ്ടിട്ട് അത്ര സുഖമില്ല. പിന്നെ നമ്മൾ കുറച്ച് ദൂരത്തായതുകൊണ്ട് നിന്ന് ഷൂട്ട് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ആദ്യത്തെ ട്രക്കാണെന്ന്. ഞങ്ങൾ ഇന്ന് 2 ട്രക്ക് ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഇത് ബേർപാ ട്രെയിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എലിഫൻറ്റ് സോങ് ട്രെയിലാണ്. സമയം വൈകി നമ്മൾ ആനയെടുത്ത് കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഈ ബേർപാ ട്രെയിൽ കംപ്ലീറ്റ് ചെയ്ത് ഇതിലൂടെ തന്നെ നമ്മൾ എലിഫൻറ്റ് സോങ് ട്രെയിലിനും പോകും. അങ്ങനെ ഒരു ഫുൾ ഡേ ട്രക്കാണ് ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പും ഞങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം നേരെ തിരിച്ചായിരുന്നു ചെയ്തിരുന്നത്. ആദ്യം എലിഫൻറ്റ് സോങ് ട്രെയിലിന് പോയിട്ട് പിന്നെ ബേർപാ ട്രെയിലായിരുന്നു ചെയ്തത്. സോ ഇങ്ങനൊരു ഓപ്ഷനും നിങ്ങൾക്കുണ്ട്. വേണമെങ്കിൽ 2 ട്രക്ക് ബുക്ക് ചെയ്ത് ഒരു ഫുൾ ഡേ ട്രക്കായിട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ട്രക്ക് കഴിഞ്ഞു കേട്ടോ. ബേർപാത്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ എലിഫൻറ്റ് സോങ് ട്രെയിലിലേക്ക് കയറാണ്. ശരിക്കും ബേർപാത്ത് കഴിഞ്ഞ് ആ റോഡ് നേരെ നമ്മൾ ആനപ്പാടിയിലേക്കായിരുന്നു പോകുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ എലിഫൻറ്റ് സോങ് ട്രെയിലാണ് ചെയ്യുന്നത്.
വളരെ ഹൈറ്റിലാണ് ആ ഈഗിൾ ഇരിക്കുന്നത്. ഇതൊരു ചേഞ്ചബിൾ ഹോക്ക് ഈഗിളാണ്. ഇതൊരു ജൂനൈലാണ്. അതാണ് ഈ ലൈറ്റ് കളർ. പറമ്പിക്കുളത്ത് വന്നിട്ട് ഇങ്ങനെ നമ്മളെ ഡ്രെയിൻ ചെയ്ത ഒരു ട്രക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ ശരീരത്തിൽ ഇനി ഒരു അടി നടക്കാനുള്ള എനർജി ഇല്ലയെന്ന് എനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ട് എലിഫൻറ്റ് സോങ് ട്രെയിലിൻ്റെ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ നമുക്ക് അങ്ങനെ കാര്യമായിട്ട് സൈറ്റിങ്ങും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എലിഫൻറ്റ് സോങ് ട്രെയിലും കൂടി കഴിഞ്ഞപ്പോൾ അരയ്ക്ക് താഴെ കാലുണ്ടെന്ന് അറിയണ്ടായിരുന്നില്ല. നല്ലൊരു കയറ്റം കയറിയാണ് വന്നത്. ഇതുപോലെ നമ്മളിന്ന് കുറേ കയറ്റം ഇറക്കമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി കയറാനും ഉണ്ട്. ടയേർഡ്, അങ്ങേയറ്റം ടയേർഡ്, ഒന്നും പറയാനില്ല. മൈ ഏരിയ. എൻ്റെ മരം, എൻ്റെ മരം. അല്ലടാ, ഇവിടെയാ, ഇവിടെയാ, ഇവിടെയാ. ഈ സാധനം ഇങ്ങനെ വന്നു. എനിക്ക് നല്ല ഞാൻ മറക്കാനോ അനുഭവിച്ചോ എന്ത് സംഭവം കൂടി വന്നു വീഡിയോ കണ്ടിരുന്നു. പക്ഷേ ഇത്രയും ക്ഷീണിച്ച ഒരു ട്രക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കറണ്ട് അപ്ഡേറ്റ്സിനായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ID കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.